ഓക്കെ, ഇന്നത്തെ സ്പെഷ്യൽ പൊഹ എന്ന റെസിപ്പിയാണ്. നോർത്ത് ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. മഹാരാഷ്ട്ര ആണ് ഇതിൻ്റെ ഒറിജിൻ. സിമ്പിളായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു കപ്പ് അവിലെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കുതിർത്തെടുക്കാം നമ്മൾക്ക്. അപ്പോൾ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമാവും. കാരണം അത് എക്സസ് ആയിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അതിൽ ഇട്ടാൽ ഓക്കെ ആകും. സോ വെള്ളം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട കിട്ടും. ഇനി ആദ്യം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ചോയ്സുള്ള ഏതെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്യാം. അതിലേക്ക് കുറച്ച് മസ്റ്റാർഡ് ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. ഇനി അര സവാളയോളം മതി ഒരു കപ്പ് പൊഹ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അര സവാള നല്ല കുഞ്ഞായിട്ട് മുറിക്കാൻ പറ്റുമെങ്കിൽ അത്രയും കുഞ്ഞായിട്ട് മുറിച്ചത് പയ്യെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പച്ചമുളകും കൂടി നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് വരുന്ന അതാണ് പാകം. ആ സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഈ കുഞ്ഞു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട ശേഷം അതിലേക്ക് നമുക്ക് നിലക്കടല, നല്ല ഫ്രഷ് നിലക്കടല, അതൊന്ന് വറുത്തെടുക്കാം. നല്ല രീതിയിൽ ഇത് വറുത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവിൽ ഏകദേശം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അവിൽ വെള്ളം കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ടെക്സ്ചർ തന്നെ ആകെ മാറും. സോ വെള്ളം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പയ്യെ. ഓക്കെ, ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ റെസിപ്പി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി കുറഞ്ഞു പോയിട്ടുണ്ട് ഇതിൽ, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ കളർ ഒന്നും കൂടി യെല്ലോയിഷായി. അപ്പോൾ വൈറ്റ് അവിലാണ് ഇതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഇത് റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ അവിൽ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടും. കുറച്ച് നമുക്ക് മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്ത് ഇതൊന്ന് ഫിനിഷ് ചെയ്യാം. കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്താൽ ഇതൊരു വേറെ ലെവലിലേക്ക് മാറ്റാം.